വയനാട് കമ്പമലയിൽ ഉൾക്കാട്ടിൽ നിന്നും 9 റൗണ്ട് വെടിശബ്ദം കേട്ടതായി തോട്ടം തൊഴിലാളികൾ. മേഖലയിൽ മാവോയിസ്റ്റുകൾക്കായി തണ്ടർബോൾട്ട് തിരച്ചിൽ നടത്തിവരികയായിരുന്നു. പ്രദേശത്ത് പോലീസ് പരിശോധന നടത്തുന്നു. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, ഇവിടെ മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിക്കുകയാണോ? മാവോയിസ്റ്റ് സാന്നിധ്യം നേരത്തെ ഉണ്ട്. ആ മേഖലയിൽ മാവോയിസ്റ്റുകൾ കഴിഞ്ഞ ദിവസം വന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്ത് വന്നതാണ് വേണു. എന്തായാലും ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഈ വിവരം പുറത്തു വന്നത്. മാവോയിസ്റ്റുകൾ പോലീസും തണ്ടർബോൾട്ടും കൂടി പരസ്പരം വെടിവെപ്പുണ്ടായി എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. ഇത് തോട്ടം തൊഴിലാളികൾ തന്നെയാണ് ഈ വിവരം അറിയിച്ചത്. തോട്ടം തൊഴിലാളികൾ അത് കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട്. 9 റൗണ്ട് വെടി ഉതിർത്തു എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ വനമേഖല, അതായത് തോട്ടത്തോട് ചേർന്നുള്ള വനമേഖലയിലാണ് ഈ മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടൽ ഉണ്ടായത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്ത് വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ എത്തിയ മാവോയിസ്റ്റുകൾ, അതായത് CP മൊയ്തീൻ, അതോടൊപ്പം തന്നെ മനോജ്, അത്തരത്തിൽ സോമൻ അടക്കമുള്ള 4 അംഗ മാവോയിസ്റ്റ് സംഘം തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം അവിടെ എത്തുകയും അതുമായി ബന്ധപ്പെട്ട് അവർ ഈ ആളുകളോട് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇത് ചെവിക്കൊള്ളാൻ വേണ്ടി ആ പ്രദേശവാസികൾ തയ്യാറായില്ല. ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ മറ്റ് പോലീസ് സംവിധാനങ്ങളും എല്ലാം തന്നെ അവിടെ എത്തുകയും അവർക്ക് മതിയായ സുരക്ഷ നൽകുകയും കനത്ത പോളിംഗ് കമ്പമല മേഖലയിൽ ഉണ്ടാവുകയും ചെയ്തതാണ്. ഈ ആഹ്വാനത്തെ തള്ളുകയാണ് നാട്ടുകാർ ചെയ്തത്. അതേ തുടർന്ന് ഈ മേഖല കേന്ദ്രീകരിച്ച് മാവോയിസ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അവർ അവിടെ തമ്പടിച്ചിട്ടുണ്ടെന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൻ്റെ കോമ്പിംഗ് നടന്നത്. ഇന്ന് രാവിലെയായിരുന്നു കോമ്പിംഗ്. ഈ കോമ്പിങ്ങിനിടെ വനമേഖലയിൽ ഏതാണ്ട് ഈ തോട്ടത്തിൽ നിന്ന് 3.5 കിലോമീറ്റർ അകലെയുള്ള ഒരു റിസോർട്ടുണ്ട്. റിസോർട്ടും കടന്ന് അതിൻ്റെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് വെടിയുതിർക്കുന്ന ശബ്ദം കേട്ടത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അവർ കൃത്യമായ രീതിയിൽ തന്നെ 9 റൗണ്ടോളം വെടിയുതിർക്കുന്ന ശബ്ദം കേട്ടു എന്നുള്ളതാണ് പറഞ്ഞത്. മാവോയിസ്റ്റുകളും അതോടൊപ്പം തന്നെ പോലീസും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണം തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. പോലീസ് ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല. പോലീസ് പരിശോധന നടക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. പ്രാഥമിക വിവരം ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പ്രാഥമിക വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്നത്. ശരി, വയനാട് കമ്പമലയിൽ മാവോയിസ്റ്റുകളും തണ്ടർബോൾട്ടുമായി ഏറ്റുമുട്ടൽ, 9 റൗണ്ട് വെടിവെപ്പ് നടന്നതായിട്ടുള്ള ശബ്ദം കേട്ടുവെന്ന് തോട്ടം തൊഴിലാളികൾ പറയുന്നു. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.